ശ്രീ ഗണപതായേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. യുദ്ധകാന്ഡം സീതാസ്വീകരണം. പിന്നെ ഹനുമാനെ നോക്കിയരുൾ ചെയ്തു മന്നവൻ, നീ പോയി വിഭീഷണാനുജ്ഞയായി ചെന്ന് ലങ്കാപുരം പുക്കറിയിക്കണം. തന്നങ്കിയാക്കിയ ജാനകിയോടിതം നക്തഞ്ജനാധിപ നിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാവവും വാക്കും എന്നോട് വന്നു പറക നീ സ്വത്തരം എന്നത് കേട്ടു പവനതനയനും ചെന്ന് ലങ്കാപുരം പ്രാപിച്ചനന്തരം വന്നു നിശാചര സൽക്കരിച്ചിടിനാൻ നന്ദിതനായൊരു മാരുതപുത്രനും. രാമപാദാംബുജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമിസുതയെ നമസ്കരിച്ചിടിനാൻ. വക്രപ്രസാദമാലോക്യ വിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോവനാം ദശഗ്രീഹനെ കൊന്നു ദുഃഖമകുന്നു തെളിഞ്ഞുമേ വീടിനാൻ. ഇത്തം ഭവതിയോടൊക്കെ പറകെന്നു ചിത്തം തെളിഞ്ഞുരൾ ചെയ്തെന്നറിഞ്ഞാലും സന്തോഷമെത്രയുണ്ടായത് സീതയ്ക്കെന്തെന്ന് ചൊല്ലാവതു ജാനകി ദേവിയും. ഗഗ്ധവർണ്ണീന ചൊല്ലിനാലെന്നു ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടത് ചൊല്ലു നീ. ഭർത്താവിനെ കണ്ടുകൊള്ളുവാനുപായമെന്തെന്നത്രേ പാർക്കേണമിനിയും ശുചൈവ ഞാൻ. നേരത്തിന് യോഗം വരുത്തിടു നീ ധീരത്വമില്ലിനിയും പുറത്തിടുവാൻ. വാദാത്മജനും രഘുവരൻ തന്നോടു മൈഥിലി ഭാഷിതം ചെന്നു ചൊല്ലിനാൻ. ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോടും സന്തുഷ്ടനായി അരുൾ ചെയ്തിനാൻ വിനീനി. ജാനകി ദേവിയെ ചെന്നു വരുത്തുക ദീനതയുണ്ടായി പോൽ കാണായി കണ്ടുമാ. സ്നാനം കഴിപ്പിച്ചു ദിവ്യാപരാപരാനുലേപാദ്യങ്ങളാങ്കൻ അണിയിച്ചു ശില്പമായ ഒരു ശിബികമേലാരോപ്യ മൽപുരോഗതേ വരുത്തുക സത്വരം. മാരുതി തന്നോടുകൂടെ വിഭീഷണ രാമവേശം പ്രാപിച്ചു സാദരം. വൃദ്ധാരമായ നീതിജനത്തെ കൊണ്ട് മുഗ്ധാംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു. തണ്ടിലെടുപ്പിച്ചു കൊണ്ട് ചൊല്ലുന്നേരമുണ്ടായ ചമഞ്ഞിതൊരു ഘോഷനിസ്വനം. വാനരവീരനും തിക്കിത്തിരക്കിയ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ. കൂട്ടമിട്ടങ്ങണഞ്ഞത് കണ്ടോരും രാഷ്ട്രികന്മാരണഞ്ഞാറ്റിയകറ്റിനാൻ. കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടുരൾ ചെയ്തു. വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ ഞാനൊരു ചെയ്തു തന്നോടിതെന്തടോ. ജാനകി ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തെന്നുള്ളത് പറഞ്ഞിടു നീ.
മാതാവിനെ ചെന്നു കാണുന്നത് പോലെ മൈഥിലിയെ ചെന്നു കണ്ടാലുമേ വരും. പാദചാരേണ വരേണമെന്നിന്തികെ മേദിനി നന്ദിനി കിം തത്ര ഭൂഷണം. കാര്യാർത്ഥമായ പുരാ നിർമ്മാണമായൊരു മായാജനക ജനാരൂപം മനോഹരം കണ്ടുകോപം പൂണ്ടു വാചവാദങ്ങളെ പുണ്ടരീക്ഷകൻ ബഹുവിധം ചൊല്ലിനാൻ. ലക്ഷ്മണനോട് മായാസീതയും ശുചതൽക്ഷണെ ചൊല്ലിനായെന്തുമേ വൈകാതെ വിശ്വസമാശുമൽ ഭർത്താവിനു മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ. കുണ്ടത്തിലഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേതുമേ എനിക്കതിൽ ചാടുവാൻ. സൗമിത്രിയും അത് കേട്ടു രഘുത്തമ സൗമുഖ്യ ഭാവലോക്യ സത്സംഭ്രമം. സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ഡം തീർത്തു തീയും ജ്വലിപ്പിച്ചു രാമവർഷം പ്രവേശിച്ചു നിന്നിടിനാൻ. ഭൂമിയെ സുതയുമന്തീരും പ്രസന്നയായി. ഭർത്താരാമാലോക്യ ഭക്തി പ്രദക്ഷിണം കൃത്വാ മുഹുശ്രയം ബന്ധാഞ്ജലിയോടും ദേവീ ദ്വിജേന്ദ്ര പോതാകന്മാരെയും പവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാ. ഭർത്താവിനെ തൊഴിഞ്ഞെങ്ങനെ ഞാൻ നമസിത്തെ നിരൂപിച്ചില്ലെന്നെങ്കിലും നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥനെന്നെ അറിയിക്ക നീ എന്നു പറഞ്ഞുടൻ 3 വലം വച്ചു വഹിനിയിൽ ചാടി കാഞ്ചിൽ ഭയം വിനാ ദുഷ്യമാനിയിൽ വിസ്മയപ്പെട്ടിതു നിശ്ചലമായതു ലോകവും അന്നേരം. ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃദ്ധാരകാധിപന്മാരും കുബേരനും മന്ദാകിനി ധരന്തനും ഗിരിജനും സുന്ദരിമാരായ അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും ദന്തശുക്രന്മാരും പിതൃക്കളും മുനികളും ചാരണഗുഹ്യക സിദ്ധാന്തന്മാരും നാരദ തമ്പുരു മുഖ്യജനങ്ങളും മറ്റു വിമാനഗ്രാജികളൊക്കവേ ചുറ്റും നിറഞ്ഞതു രാമൻ തിരുവടി. നിന്നുരുളും പ്രദേശത്തിങ്കലെന്തിനും വന്ദിച്ചതെല്ലാവരും നരേന്ദ്രനും രാമചന്ദ്രൻ പരമാത്മാമനേതനും പ്രേമപൂർവൽ കൊണ്ടു പുകഴ്ത്തും തുടങ്ങിനാ. സർവലോകത്തിനും കർത്താവാ ഭവാനല്ലോ സർവത്തിനും സാക്ഷിയായതും ഭവാൻ. അജ്ഞാന വിഗ്രഹാനുകൂന്നതും ഭവാൻ അജ്ഞാനശാഖനാകുന്നതും ഭവാൻ. സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടനായതും ലോകത്തിനാദിയും മധ്യവും അന്തവും മേഘനം നിത്യസ്വരൂപൻ വല്ലഭനല്ലോ. കർണങ്ങളായതും ഈശ്വരദേവകൾ കണ്ണുകളായതും മാധ്യചന്ദ്രന്മാർ. നാരായണ